നിങ്ങൾക്ക് വല്ല മറവി രോഗം ഉണ്ടെങ്കിൽ പറഞ്ഞതും കണ്ട വായിച്ച് മനസ്സിലാക്കിയിട്ട് മറവി രോഗം ഉണ്ടെങ്കിൽ അറിയാനുള്ള അറിഞ്ഞിട്ടും അറിയാത്ത പോലെ ഉള്ള താല്പര്യമാണെങ്കിൽ ആ മറവി രോഗത്തിനുള്ള ഗുളിക കഴിച്ചിട്ട് കിടന്നുറങ്ങി അടുത്തത് കേൾക്കാൻ നിൽക്കുക, കണ്ട് വായിച്ച് മനസ്സിലാക്കാത്തവർ. അപ്പോൾ അങ്ങനെയുള്ളവർ ഞാൻ പറയാം എന്താ ആ നിങ്ങൾ ഹിന്ദുസും ആൻറ്റി ക്രൈസ്റ്റ് റോമൻ കാത്തലിക്സ് അല്ലേ? ആൻറ്റി ക്രൈസ്റ്റ് ഹിന്ദുസിന് അറിയില്ല, ആൻറ്റി ക്രൈസ്റ്റ് റോമൻ കാത്തലിക്സ് ആണ് മുസ്ലിംസും. എന്താണെന്ന് വെച്ചാൽ അവർ ക്രിസ്ത്യൻസാണെന്ന് വിചാരിച്ചിരിക്കുക, ക്രിസ്ത്യൻസായിട്ട് ഒരു ബന്ധമില്ല. അപ്പോൾ ഞാൻ പറയാം, നിങ്ങളപ്പോഴേക്ക് റെക്കോർഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്തിനാണ് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യം? ഞാൻ പറയുന്നത്, ഞാൻ വാതൊക്കെ നിന്ന് സംസാരിക്കും, നിങ്ങൾ വാതൊക്കെ നിന്ന് എന്തൊക്കെ വെഡിത്തം മൂട്ടിന്ന് വിട്ടോണ്ടിരിക്കണോ, ആരോ പറയിപ്പിച്ചത് പറയിപ്പിക്കാണ്ട് പറയുന്നതാ. അല്ല, നിങ്ങൾക്ക് എന്താ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യം? ഞാനായിട്ടൊരു ബന്ധമില്ലല്ലോ. ഞാൻ നിങ്ങളുടെ എല്ലാം റെക്കോർഡ് ചെയ്ത് നടക്കണ്ട നിങ്ങൾ പറയുന്നത് വെഡിത്തം? ഇല്ല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് കൊള്ളണമില്ല, എന്നെ ഉദ്ദേശിച്ചാൽ പറയണേ ഞാൻ ചിന്തിക്കണമില്ല. അപ്പോൾ എന്നെ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യം എന്തിനാ? ഞാനായിട്ട് ഞാൻ നിങ്ങളുടെ പേരറിയും, എന്തെങ്കിലും നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടോ, എന്തെങ്കിലും പരിചയമുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ പ്രൂഫ്? ഞാനിവിടെ എൻ്റെ ഫോണിൽ എൻ്റെ കൂട്ടുകാരൻ്റെ തെറി വിളിക്കുന്നതായിരിക്കും, എൻ്റെ ഫ്രണ്ട് ഉണ്ട് ലാസർ എന്നിട്ട് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുന്നതായിരിക്കും, ഫോണിൽ സംസാരിക്കുന്നതാവും. നിങ്ങൾ കാണണ്ട? ഇല്ല, നിങ്ങൾ കാണണ്ട ഫോണിൽ കൂടെ എല്ലാം സംസാരിക്കണമെന്ന്. നിങ്ങളുടെ വിഡിത്താ, നിങ്ങൾ ആരും ഉദ്ദേശിച്ച് പറയണമെന്ന്. നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രൂഫ് വല്ലതും ഉണ്ടോ നിങ്ങളെ കുറിച്ച് സംസാരിക്കണമെന്ന്? ഇല്ല, ഞാനിവിടെ എൻ്റെ കൂട്ടുകാരനെ ദേഷ്യപ്പെട്ട് തമാശയ്ക്ക് ചീത്ത പറയുക, എന്തെങ്കിലും വിശേഷം ചോദിക്കുക, എന്തെങ്കിലും ആയിരിക്കും. നിങ്ങൾക്ക് എന്താ പ്രൂഫ് ഞാൻ ഫോണിൽ കൂടെ എല്ലാം സംസാരിക്കണമെന്ന്? എന്താ ഉണ്ടാ? ആ പ്രൂഫ് ഉണ്ടാ? അന്നേരം എന്താ ക്യാമറയുടെ കണക്ഷൻ ഇത്ര മൂത്തവനായിട്ട് എനിക്ക് ക്യാമറയുടെ കണക്ഷൻ തരാത്ത? ഇത്ര നാൾ എൻ്റെ തൂർന്ന് മുള്ളതൊക്കെ ഇവരെ കൊണ്ട് നോക്കിയിരിക്കുമായിരുന്നു. അങ്ങനെയാണ് ഇവരുടെ തൂർന്ന് മുള്ളതൊക്കെ ഞാൻ നോക്കിയിരിക്കണമായിരുന്നില്ല. അതിനുള്ളതൊക്കെ വേറെ ഒന്നും വരുന്നുണ്ട്. എന്നാ ശരി. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ, നിങ്ങൾ എളിഞ്ഞിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത്ര പ്രൂഫ് ഉണ്ടെങ്കിൽ പ്രൂഫിൻ്റെ സഹിതം സംസാരിക്കാം. അങ്ങനെയാണ് ക്യാമറയുടെ കണക്ഷൻ എനിക്ക് തരണം. അത് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയാണ് ടെസ്റ്റ് ചെയ്തതാണ്. ക്യാമറയുടെ കണക്ഷൻ എനിക്കിതാ, ക്യാമറ കണക്ഷൻ എല്ലാം നോക്കട്ടെ. ഇങ്ങനെയാണ് കാര്യങ്ങൾ. വിഗ്രഹങ്ങൾ ആരാധിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു, ഇവിടെ പ്രസ്താവന നടത്തിയാൽ ഞാൻ പറഞ്ഞു, ഞാനൊരു 3 ലക്ഷത്തിൻ്റെ ആസ്തി ഉണ്ട്, 1 ലക്ഷത്തിൻ്റെ ക്യാമറ, വെഡ്ഡി ക്യാമറ ചിപ്പും ഇവിടെയും കാണാത്ത ചിപ്പ് എല്ലായിടത്തും വെച്ച് എല്ലാത്തിനും കണക്ഷൻ വീടും വേൾഡ് മൊത്തം ഫ്ലാറ്റിലെല്ലാം കൊടുത്ത് ഈ കണക്ഷൻ കൊടുത്ത് എൻ്റെ കണക്ഷൻ വെച്ച് എല്ലാത്തിനോടും പ്രസ്താവന നടത്താം ഇതിന് മുന്നിൽ. അന്നും ഇതിനെക്കുറിച്ച് ചോദിക്കാൻ പറ്റില്ല, ആരും ചോദിക്കാൻ പറ്റില്ല. സാധാരണ വല്ല കാര്യം ചോദിച്ചാൽ അന്ന് മുമ്പ് പറഞ്ഞ പോലെ അത് പറഞ്ഞു പോവും, വേണ്ടാത്ത കാര്യം വേണ്ട എന്നുള്ളത്. അത് സ്വന്തം കാര്യം നോക്കി എല്ലാവരുടെ കാര്യം മനസ്സിലാക്കിയിട്ടാണെങ്കിലും അവരുടെ കയ്യിൽ നിങ്ങളുടെ വെഡ്ഡി തലയിടരുതെന്ന്. സ്വന്തം കാര്യം സ്ട്രോങ് ആയി സന്തോഷത്തോടെ ഉണ്ടാക്കി എന്ത് ചെയ്യണ ആരുടെ കയ്യിലാണ് നിങ്ങളുടെ വെഡ്ഡി തലയിടരുതെന്ന് സാധിക്കും. അപ്പോൾ അങ്ങനെ സംസാരിക്കും. ഇപ്പോൾ ഒരു ഡയലോഗ് വന്നാൽ അപ്പം ചോദിക്കും, ഇത്ര മൂത്തനെ ഒരു ക്യാമറയുടെ കണക്ഷൻ തരാണ്ട് ഇരുന്നതിനാണ് നിങ്ങളൊക്കെ ഇത്ര നാളായിരുന്നു കൂട്ടി വാങ്ങിയായിരുന്നത്. എല്ലാം വിശ്വസിച്ചു. അപ്പോൾ നിങ്ങളുടെ പോലെ ചെകുത്താൻ ബാധിതരും ശോഷിച്ച വാക്കുകൾ പറയണ കേട്ടാൽ അറിയാം, മൂട്ടിന്ന് വിടാണ്ട് വായിക്കോടെ വിടുമ്പോൾ ഏത് ചെകുത്താൻ ബാധിതരും ശരിക്കുള്ള കാര്യസ് എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ മനസ്സിലാക്കാം നിങ്ങളുടെ വെഡിത്ത് എന്താണെന്ന്. വാദത്തിന് എന്ത് സംസാരിച്ചാലും നിങ്ങൾക്ക് എന്താ പ്രൂഫ് നിങ്ങളെ കുറിച്ച് പറയണമെന്ന്? അതിനുള്ള പ്രൂഫ് കൊണ്ട് സംസാരിക്കുകയും. ഞാൻ ഫോണിൽ കൂടെ സംസാരിക്കാൻ എന്തായിരിക്കും, അതിന് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യം? നിങ്ങളെന്നെ കുറിച്ച് അറിയുമോ? ഇല്ല, ഞാൻ നിങ്ങളെക്കുറിച്ച് അറിയുമോ? അപ്പോൾ എനിക്ക് അഭിനയം അതിലില്ല, താല്പര്യമില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ക്യാമറയുടെ കണക്ഷൻ തരാൻ പറ്റുള്ളതാണ്. അത് നിങ്ങളുടെ ശോഷിച്ച അവസ്ഥ, നിങ്ങളായിരുന്നു കൂട്ടി വാങ്ങണ അവസ്ഥ, നിങ്ങളുടെ ചെകുത്താൻ വെട്ടിത്തരാം. യേശുവയുടെ കാലത്തും ഇത് തന്നെയായിരുന്നു. എന്നിട്ട് ശതാധിപൻ്റെ മോളെ നക്കിലി ഡെത്ത്, ഫേക്ക് ഡെത്ത് കാണിച്ചിട്ട് യേശു വന്ന് ഇവൾ ഉറങ്ങുകയാണ് ഈ ഉറപ്പിക്കും എന്ന് പറഞ്ഞിട്ട് അത് തനിയെ എഴുന്നേറ്റ് വരണ രീതിയാണ് കാണിച്ചു തന്നത്. അല്ലാണ്ട് യേശുവ പിന്നെ റിസറക്ഷൻ കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും കുരിശിൽ തറച്ചിട്ട് ആ ശക്തിയിൽ പിന്നെ പകുതി മരണം വെച്ച് എഴുന്നേറ്റ് വന്നതാണ്. എവിടെയെങ്കിലും കറങ്ങി നടന്നിട്ടുണ്ടല്ലോ. കേരളത്തിൽ വന്ന് എന്തെങ്കിലും സംഭവം നടത്തിയിട്ടുണ്ടോ? അത് വ്യത്യാസമുണ്ട്. പക്ഷെ അതാണെന്ന് കാണിക്കണല്ലേ. യേശുവാണെന്ന് തോന്നുന്നുണ്ടെന്ന് ആരും പറയില്ല.
ആരും ഇവിടെ വന്ന ആദിവാസികൾ അന്ന് ഇന്ത്യയിൽ വരുമ്പോൾ തോമസിൻ്റെ കൂടെ വരുമ്പോൾ. അപ്പോൾ എന്താ ചെയ്യണേ, തോമസിൻ്റെ കൂടെ വരുമ്പോൾ ഇത് ജസ്റ്റ് അല്ല കൂടെ ഉണ്ടായിരുന്നവരാവും കാണിക്കുന്നത്, കൂടെ ഉള്ള ആളെന്ന് വിചാരിക്കും. അങ്ങനെ എല്ലാ വക ഫേക്ക് ഡെത്തായാലും ഫേക്ക് ബാങ്ക് കുന്നീസിൻ്റെ ആക്സിഡൻ്റ് ആണെങ്കിലും എൻ്റെ കണ്ണിൽ പൊടിയിട്ടിട്ട് കാര്യമില്ല. ബാങ്ക് കുന്നീസിൻ്റെ ആക്സിഡൻറ്റ് അവിടെ അഭിനയിച്ച് നടന്ന നല്ല അഭിനയം അവിടെ നടക്കുമ്പോൾ, അതുപോലെ ജെസ്സിയുടെ സൈമണിൻ്റെ കാർ ആക്സിഡൻറ്റ് ഫേക്ക് കാർ ആക്സിഡൻ്റ് ആണെങ്കിലും എല്ലാം നമുക്കറിയാവുന്നതേ ഉള്ളൂ. ആൻറ്റിക്രൈസ്റ്റ് ഹിന്ദുവിൻ്റെ മക്കൾ പോലെയാണോ, ആൻറ്റിക്രൈസ്റ്റ് റോമൻ കാത്തലിക്സിനെ പോലെയാണോ നമ്മുടെ എന്തായാലും ഡെന്നീസ്. അപ്പോൾ ആരെങ്കിലും മനസ്സിലാക്കാൻ പഠിക്കും. അതുപോലെ ബസ് ഭയങ്കര സ്ലോയിലാണല്ലോ വരണേ. CCTV ക്യാമറ എടുത്താലും മൊബൈൽ ക്യാമറയിൽ എടുത്തതാണെങ്കിലും ആ താറ് ആക്സിഡൻറ്റ് ഫേക്ക് ബ്രേക്ക് ചവിട്ടാണ്ട് അത് ആൾക്കാരില്ലാത്ത വണ്ടി കൊണ്ടിടിച്ചത് വളരെയേറെ അബദ്ധമായി പോയി. താറ് ഇടിച്ചിട്ട് ടയർ വരെ പോയി അല്ലേ KSRTCയുടെ. അത് ഇനി ഇത്ര പെട്ടെന്ന് അവരെല്ലാവരും സത്തുപോയ പോലെ പോലെയായിരുന്നു. പേരും വിവരം പറഞ്ഞ ഐശ്വര്യ മാത്രം അധികം ജീവിച്ചിരിപ്പില്ല. ഐശ്വര്യ തന്നെ പേരിടണം അതിൻ്റെ. അപ്പോൾ അവർ ചെറിയ കുട്ടി പറഞ്ഞ എല്ലാത്തിൻ്റെ പേരും വിവരം എവിടെ പോയി വന്നേന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവൂലേ, ഇത്രയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. എന്താ അവരുടെ ഫോട്ടോ ഒന്നും വയ്ക്കാത്ത? അതുകൂടി വേണ്ടതായിരുന്നു. ഒരു ഫോട്ടോ, ഒരു പാസ്പോർട്ട് ഫോട്ടോ കൊണ്ട് നടക്കുകയാണ് എയർപോർട്ടിലേക്ക് കൊണ്ടാക്കുമ്പോൾ ഡീറ്റെയിൽസ് ആക്കിയിട്ട്. ആധാർ കാർഡും ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ, അങ്ങനെ അറിഞ്ഞതായിരിക്കും. പക്ഷെ ഭാര്യയുടെ പേര് അങ്ങനെ അറിയണമെന്നുണ്ട്, അവർക്കുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ്. അപ്പം അങ്ങനെ അങ്ങനെ അപ്പോൾ ഓണത്തിന് തന്നെ കിട്ടി ഒരു ഫേക്ക് ആക്സിഡൻറ്റ്. അതുപോലെ എവിടെ ഉണ്ടായി, ബാംഗ്ലൂർ തന്നെ കത്തി കുത്തായിട്ട് മലയാളികൾ നടക്കണം. അപ്പോൾ ഭയങ്കര ഫേക്ക് ന്യൂസുകളാണ് ഇറക്കണേ. നമ്മൾ കുറേ വിശ്വസിക്കും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ. ഭയങ്കര വിശ്വസിക്കാൻ മാത്രം ഇത്ര ഇതുള്ള ഒരു ഫേക്ക് ന്യൂസുകളാണ് ഇറങ്ങുന്നത്.